അപ്പൊ ഒരിക്കൽ ജനമേജയ രാജാവിന്റെ രാജസദസ്സിലേക്ക് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ കടന്നു. സ്വന്തം പിതാവിന്റെ ക്രൂരവും അന്യായവുമായിട്ടുള്ള മരണത്തെക്കുറിച്ച് അങ്ങേക്ക് യാതൊരു വേവലാതിയുമില്ല. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചും അതിന്റെ കാരണത്തെക്കുറിച്ചും എനിക്ക് ഉടനെ തന്നെ അറിയേണ്ടതുണ്ട്. ഞാൻ അങ്ങയെ ശപിക്കുകയാണ്. ഇന്നേക്ക് 7 ദിവസത്തിനകത്ത് സർപ്പരാജാവായ തക്ഷകന്റെ കടിയേറ്റ് നിങ്ങൾ മരണപ്പെടും. ഈ പുഴു പുറത്തു ചാടിയ ഉടനെ തന്റെ വിശ്വരൂപം തക്ഷകൻ എടുത്തു. അദ്ദേഹത്തിന്റെ മനസ്സിൽ വൈരാഗ്യം അണകെട്ടി. ജനമേജയ രാജാവ് അലറി വിളിച്ചുകൊണ്ട് എണീറ്റ് പറഞ്ഞു, എന്റെ പിതാവിന്റെ മരണത്തിനുള്ള പ്രതികാരം നാം ചെയ്തിരിക്കും. അതിനായി ഉടനെ തന്നെ ഒരു യജ്ഞം ആരംഭിക്കണം. ഈ യജ്ഞത്തിൽ തക്ഷകനെ മാത്രമല്ല, സമസ്ത നാഗങ്ങളുടെയും ഉന്മൂലനത്തിന് കാരണമായിട്ടുള്ള ഒരു യജ്ഞം. അതാണ് നമ്മുടെ മനസ്സിൽ. അങ്ങനെ മഹാഭാരതത്തിലെ അതിപ്രസിദ്ധമായ സർപ്പയജ്ഞത്തിന് അരങ്ങൊരുങ്ങി. ഇതിന്റെ പേര് സർപ്പശസ്ത്രയജ്ഞം എന്നും സർപ്പബലി എന്നും സർപ്പയജ്ഞം എന്നും അറിയപ്പെടുന്നു. ഇവിടെ സംഭവിക്കുന്നത്, പണ്ഡിതന്മാർ ഈ യജ്ഞത്തിൽ നാഗങ്ങളുടെ പേര് ഉച്ചരിക്കും. അപ്പോ ഈ ഉച്ചരിക്കുന്ന സമയത്ത് ഈ നാഗങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ട് അവ ഈ പ്രപഞ്ചത്തിൽ എവിടെ ഒളിച്ചിരുന്നാലും അത് വന്ന് ഈ അഗ്നിയിൽ വീണ് കത്തിയെരിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ബലി തന്നെയാണ്. അതിഘോരമായ മന്ത്രങ്ങൾ ഉച്ചരിച്ച് മുഴുവൻ സർപ്പവർഗത്തിന്റെ നാശം. അതാണ് ജനമേജയൻ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ പക അത്രയ്ക്ക് വലുതായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സകല പണ്ഡിതന്മാരെയും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയും കർമ്മികളെയും എല്ലാം പങ്കെടുപ്പിച്ച് ഇദ്ദേഹം ഈ സർപ്പയജ്ഞത്തിന് ആരംഭം കുറിച്ചു. ആ രാജ്യത്തിലുള്ള ഒട്ടുമിക്ക ജനങ്ങളും ഈ വിശേഷ യജ്ഞത്തിന് കാഴ്ചക്കാരായി നിന്നു. അങ്ങനെ ആദ്യ ദിനം വന്നെത്തി. കർമ്മി ആദ്യം തന്നെ യാഗാഗ്നിയിലേക്ക് നെയ്യ് പകർന്നു. എന്നിട്ട് കഠോര മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി. അത്ഭുതമെന്നോണം സമസ്ത പ്രപഞ്ചത്തിലുള്ള പല തരത്തിലുള്ള നാഗവർഗങ്ങളും ഈ യാഗാഗ്നിയിലേക്ക് വീണ് കത്തിയേരുകയുണ്ടായി. ജനമേജയ രാജാവ് തൊട്ടടുത്തിരുന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. യാഗം 1 ദിവസം, 2 ദിവസം, 3 ദിവസം, അങ്ങനെ കുറെ ദിവസം മുന്നിലേക്ക് പോയി. ഇതിനോടകം തന്നെ ദശലക്ഷക്കണക്കിന് നാഗങ്ങളെ ബലി നൽകിയിരുന്നു. അങ്ങനെ ഒരുപാട് ദിവസം പിന്നിട്ട് തൊട്ടടുത്ത ദിവസത്തെ യജ്ഞം തുടങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ബ്രാഹ്മണ ബാലൻ ജനമേജയ രാജാവിനെ കാണാനായിട്ട് കവാടത്തിന്റെ മുന്നിൽ വന്നു. ആ ബാലന്റെ പേര് ആസ്തികൻ എന്നായിരുന്നു. ശരിക്കും ഈ ആസ്തികൻ ഒരു മിഷനുമായിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ശരിക്കും ഈ ആസ്തികൻ എന്ന് പറയുന്നത് ജഗൽഗുരു എന്ന സന്യാസിക്ക് മാനസ എന്ന നാഗിനിയിൽ ഉണ്ടായ മകനാണ് ഈ ആസ്തികൻ. അപ്പൊ ഈ ആസ്തികൻ പൂർണ്ണമായി മനുഷ്യനുമല്ല, പൂർണ്ണമായി നാഗവുമല്ല. ഈ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ആസ്തികൻ കവാടത്തിന്റെ മുന്നിൽ വന്ന് ജനമേജയ രാജാവിനെ കാണണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോ ഭടന്മാര് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഈ ആസ്തികന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കനത്ത വാക്ചാതുര്യത്തിന് ഉടമയായിരുന്നു അദ്ദേഹത്തിന്റെ സംസാര സിദ്ധി കൊണ്ട് അദ്ദേഹം ആരെയും മയക്കിയെടുക്കും. അങ്ങനെ ജനമേജയ രാജാവിനെ കുറിച്ചുള്ള സൂക്തങ്ങൾ അദ്ദേഹത്തെ പ്രശംസിച്ച് കവാടത്തിന്റെ പുറത്തു നിന്ന് ഈ ആസ്തികൻ പാടുകയുണ്ടായി. ഇത് കേട്ട ജനമേജയൻ ഒരുപാട് പ്രസന്നനായി ഈ ആസ്തികനെ അകത്ത് വിളിപ്പിച്ചു. ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു. മാത്രമല്ല, ഒരു കുഞ്ഞു ബാലനല്ലേ, ഇദ്ദേഹത്തിന് ഒരു വരവും, എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ആസ്തികൻ പറഞ്ഞു, എനിക്ക് ഈ യജ്ഞം ഒന്ന് കാണണം. മാത്രമല്ല, എനിക്ക് ഇപ്പൊ തൽക്കാലം എന്റെ മനസ്സിൽ വരവൊന്നുമില്ല, എന്തെങ്കിലും വന്നാല് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജനമേജയ രാജാവ് ഈ ആസ്തികനെ യജ്ഞത്തിന്റെ കാഴ്ചക്കാരനായി നിർത്തി. അന്നത്തെ ദിവസം യജ്ഞം ആരംഭിക്കുകയുണ്ടായി. അപ്പൊ യജ്ഞത്തിലെ പ്രധാന കർമ്മി വന്നിട്ട് ജനമേജയ രാജാവിനോട് പറഞ്ഞു, പ്രഭു, നമ്മൾ ദശലക്ഷക്കണക്കിന് നാഗങ്ങളെ ചുട്ടരിച്ചു. പക്ഷെ അങ്ങയുടെ പിതാവിന്റെ മരണത്തിന് കാരണമായ തക്ഷകനെ ഇതുവരെയും കിട്ടിയിട്ടില്ല. അതുവരെ സന്തോഷവാനായിരുന്ന, ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് നാഗങ്ങളെ ഓൾറെഡി ചുട്ട് കരിച്ചിട്ടുണ്ട്. അപ്പോ അതുവരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ജനമേജയ രാജാവിന് ദേഷ്യം വന്നു. എന്തുകൊണ്ട് തക്ഷകനെ കിട്ടിയില്ല? അപ്പൊ കർമ്മി പറഞ്ഞു, ഞങ്ങൾ പ്രശ്നം വെക്കുകയുണ്ടായി. തക്ഷകന്റെ മന്ത്രം ഉച്ചരിച്ചിട്ട് തക്ഷകൻ വരാഞ്ഞിട്ടും ഞങ്ങൾ പ്രശ്നം വെക്കുകയുണ്ടായി. അപ്പോൾ മനസ്സിലായി, തക്ഷകൻ ഇന്ദ്രന്റെ സംരക്ഷണത്തിലാണ്. ദേവരാജനായിട്ടുള്ള, ദേവലോകത്തിന്റെ അധിപനായിട്ടുള്ള ഇന്ദ്രന്റെ സുഹൃത്താണ് തക്ഷകൻ. അതുകൊണ്ടാണ് നമ്മൾ എത്ര മന്ത്രം ഉച്ചരിച്ചിട്ടും തക്ഷകൻ ഇവിടെ വരാത്തത്. രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇന്ദ്രനെയും തക്ഷകനെയും ചേർത്ത് വരാനുള്ള മന്ത്രം ഉരുവിടും. കർമ്മി അത് ചെയ്തു. ആ മഹാമന്ത്രം അദ്ദേഹം ഉരുവിട്ടു. ഇത് കേട്ട് ഇന്ദ്രന്റെ ഇരിപ്പിടം കുലുങ്ങാൻ തുടങ്ങി. ഇന്ദ്രനും തക്ഷകനുമായി ചേർന്ന് ഈ യാഗാഗ്നിയിലേക്ക് വരികയുണ്ടായി. അപ്പൊ ഇത് കണ്ട ഇന്ദ്രന് മനസ്സിലായി, ഇനിയും തക്ഷകനെ താൻ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ തന്റെ ജീവനും ആപത്തിലാവും. ഇന്ദ്രൻ തക്ഷകനെ വിട്ട് ഓടി. അങ്ങനെ തക്ഷകൻ ഒറ്റയ്ക്കായി. തക്ഷകൻ ഈ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് ഈ യാഗാഗ്നിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് വരികയാണ്. അപ്പോഴാണ് ആസ്തികൻ ഇടപെടുന്നത്. ശരിക്കും ഈ ആസ്തികൻ ഒരു പർട്ടിക്കുലർ മിഷനുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആസ്തികൻ എന്ന് പറയുന്നത് ജഗൽകാരുവിന്റെയും മാനസ എന്ന നാഗിനിയുടെ സർപ്പരാജ്ഞിയുടെ മകനാണെന്ന് പറഞ്ഞു. ഈ മാനസ ശരിക്കും വാസുകി എന്ന സർപ്പരാജാവിന്റെ സഹോദരിയാണ്.
സർപ്പങ്ങളെ ഉന്മൂലനത്തിൽ നിന്ന് രക്ഷിക്കാനായി വാസുകി പറഞ്ഞയച്ചതാണ് ആസ്തികനെ. അപ്പൊ ഈ സമയത്ത് ആസ്തികൻ ഇടപെടുന്നു. രാജാവേ, അങ്ങ് നേരത്തെ പറഞ്ഞ ആ ഒരു വരം എനിക്കിപ്പോ ആവശ്യമാണ്. രാജാവ് ചോദിച്ചു, എന്താണത്? ഉടനെ തന്നെ അങ്ങ് ഈ സർപ്പയജ്ഞം അവസാനിപ്പിക്കണം. രാജാവിന് ഞെട്ടലുണ്ടായി. മനസ്സില്ല മനസ്സോടെ അദ്ദേഹത്തിന് സർപ്പയജ്ഞം തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വരും. താൻ കൊടുത്ത വരത്തിന്റെ പേരിൽ ആ സർപ്പയജ്ഞം നിർത്തിച്ചതിനെ തുടർന്ന് ആസ്തികനോട് രാജാവ് ചോദിച്ചു, ആസ്തിക, എന്താണ് അങ്ങ് പറയുന്നത്? ആസ്തികൻ പറഞ്ഞു, രാജാവേ, ഞാൻ അങ്ങയുടെ നന്മയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ദയവായി കേൾക്കൂ. അങ്ങ് ഇപ്പോൾ തന്നെ ഏകദേശം ദശലക്ഷക്കണക്കിന് സർപ്പങ്ങളെ ഉന്മൂലനം ചെയ്തു. പല സർപ്പവർഗങ്ങളും ഇന്ന് ഈ ഭൂമിയിൽ അവശേഷിക്കുന്നില്ല ഇത് കാരണം. മാത്രമല്ല, അങ്ങ് ഈ പക കാരണം ചെയ്തു കൂട്ടുന്നത് കനത്ത ആപത്തും കൂടെയാണ്. ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് സർപ്പങ്ങളുടെ നിലനിൽപ്പ് വളരെ അത്യാവശ്യമാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങ് സർപ്പങ്ങളെ മൊത്തം നശിപ്പിക്കുന്നത്, അങ്ങ് സർപ്പങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നത് കാരണം ഈ ഭൂമിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കാരണം വലിയ ദ്രോഹമാണ് അങ്ങ് ഈ ലോകത്തിനോട് ചെയ്യുന്നത്. മാത്രവുമല്ല, തക്ഷകൻ ചെയ്തത് അദ്ദേഹത്തിന്റെ ധർമ്മമാണ്. അതുകൊണ്ട് തക്ഷകനെ പൂർണ്ണമായി ശിക്ഷിക്കാനും അങ്ങേക്ക് പറ്റില്ല. ഇത് കേട്ട മഹാരാജാവ് കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തതും നീതിയല്ലേ ആസ്തിക? എന്റെ അച്ഛനെ അന്യായമായി കൊന്നതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും പ്രതികാരം ചെയ്യേണ്ടി വരുന്നത്? ശരിക്കും മരണശിക്ഷ എന്നുള്ള ശിക്ഷ അദ്ദേഹം അന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് എന്നിൽ ഇത്രയും ക്രോധമുണ്ടായത്. മാത്രമല്ല, എന്റെ പൂർവികരായ പാണ്ഡവരും അർജുനനും അഭിമന്യുവും അടങ്ങുന്ന പാണ്ഡവരും ഇതേ നീതിക്ക് വേണ്ടിയല്ലേ യുദ്ധം ചെയ്ത് കൗരവരെ തോൽപ്പിച്ചു. ഇത് കേട്ടയുടൻ ആസ്തികൻ പറഞ്ഞു, രാജാവേ, പാണ്ഡവർ കൗരവരോട് യുദ്ധം ചെയ്തത് അവരുടെ ധർമ്മമാണ്. എന്നാൽ കൗരവർ തിരിച്ച് യുദ്ധം ചെയ്തതും അവരുടെ ധർമ്മമാണ്. ഓരോരുത്തരുടെയും ധർമ്മങ്ങൾ പാലിച്ചുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്തത്. ധർമ്മം എന്നുള്ളത് നീതിയെക്കാട്ടിലും വളരെ വലുതാണ്. ഇവിടെ നീതിക്ക് വേണ്ടി താങ്കൾ ചെയ്തു കൂട്ടുന്നത് കനത്ത പാപമാണ്. ഈ അറിവ് നേടിയിട്ടും താങ്കൾ ഈ പ്രവൃത്തി തുടർന്നാൽ കനത്ത സർപ്പദോഷവും സർപ്പശാപവും നിങ്ങളുടെ വംശം മുടിക്കും. ഇത് കേട്ട ഉടനെ അല്പനേരം ആലോചിച്ചു മഹാരാജാവ്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഉറപ്പു നൽകി, സർപ്പയജ്ഞം ഞാനിവിടെ അവസാനിപ്പിക്കും. ഇനി മുതൽ മന്ത്രങ്ങൾ പറയേണ്ട ആവശ്യമില്ല. തക്ഷകനടക്കമുള്ള ബാക്കിയുള്ള എല്ലാ സർപ്പ വർഗങ്ങളോടും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇത് കേട്ട ഉടനെ ആസ്തികന് സന്തോഷമായി. ആസ്തികൻ താൻ ആരാണെന്നും താൻ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നും രാജാവിനോട് വെളിപ്പെടുത്തി. ആസ്തികന് വളരെയേറെ സമ്മാനങ്ങളൊക്കെ നൽകി. ആസ്തികനെ അടുത്ത് വിളിച്ച് രാജാവ് പറഞ്ഞു, അങ്ങ് ഈ പറയുന്ന ഇടയിൽ എന്റെ മുതുമുത്തച്ഛന്മാരുടെ ധർമ്മത്തിനെ കുറിച്ചുള്ള ഒരു കഥ പറയുണ്ടായി. എനിക്ക് ആ ധർമാധർമ്മങ്ങളുടെ കഥ അറിയണം, എന്റെ മുതുമുത്തച്ഛന്മാരുടെ കഥ. അതറിഞ്ഞാലേ എനിക്ക് മനഃശാന്തി ലഭിക്കുകയുള്ളൂ. ആസ്തികൻ പറഞ്ഞു, തീർച്ചയായും അങ്ങ് അറിയേണ്ടതുണ്ട് ആ മഹാകഥ, ധർമാധർമ്മങ്ങളുടെ വേലിയേറ്റത്തിന്റെയും വേലിയിറക്കത്തിന്റെയും ആ കഥ. അത് പറഞ്ഞു തരാൻ ഞാൻ ആളല്ല. താങ്കൾ ഉടനെ തന്നെ വ്യാസ മഹർഷിയുടെ കൊച്ചുമകനും ശിഷ്യനുമായിട്ടുള്ള വൈശമ്പായ മഹർഷിയെ കാണാം. അദ്ദേഹത്തിന് താങ്കളെ സഹായിക്കാൻ സാധിക്കും. ഇദ്ദേഹം ഉടനെ തന്നെ വൈശമ്പായ മഹർഷിയെ കൂട്ടരെയും വിളിച്ചു വരുത്തുകയാണ് സർപ്പ യജ്ഞം നടക്കുന്ന ആ സ്ഥലത്തേക്ക്. യജ്ഞം അവസാനിച്ചു, എന്നാലും ആ സ്ഥലത്തേക്ക്. അങ്ങനെ വൈശമ്പായൻ വന്നു തന്റെ ആവശ്യം അറിയിച്ചു. വൈശമ്പായ മഹർഷി പറഞ്ഞു, മഹാരാജാവേ, കേട്ടുകൊള്ളൂ. ധർമാധർമ്മത്തിന്റെ ആ മഹാഭാരത കഥ, നിങ്ങളുടെ മുതുമുത്തച്ഛനായ അർജുനന്റെ കഥ, 16-ാം വയസ്സിൽ ജീവൻ വെടിഞ്ഞ അഭിമന്യുവിന്റെ കഥ, സൂര്യ തേജസ്സിന്റെ സ്വരൂപമായ കർണന്റെ കഥ, ഭീഷ്മ പിതാമഹന്റെ കഥ. കേട്ടുകൊള്ളൂ മഹാഭാരത കഥ.